നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന വൈജയന്തി കട്ടക്കലിപ്പഴാണ് ഭവിതയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. അവളോട് ഉള്ളിടത്തോളം കാലം ഞാൻ ആ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭവിത ചോദിച്ചു, അമ്മ ഇതെന്ത് വർത്താനാ പറയണേ? അങ്ങോട്ടേക്ക് വരില്ലാന്നോ? അമ്മ പിന്നെ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ഞാൻ പോകുന്ന എങ്ങോട്ടാന്ന് ബാലേന്ദ്രനൊക്കെ അറിയാൻ പോകുന്നുള്ളൂ. ഞാൻ ആ വീട്ടിലേക്ക് വരില്ല. ഞാൻ വേറൊരു വാടക വീടെടുത്ത് താമസിക്കാൻ തീരുമാനിച്ചു. വാടക വീടോ? എന്തിനാ ഇപ്പോൾ വാടക വീട് എടുക്കുന്നേ? പിന്നെ ഞാൻ ആ വീട്ടിലേക്ക് വരണോ അവളുടെ അടിമയായിട്ട്? അതിന് വൈജയന്തി വേറെ ജനിക്കണമെന്ന് പറഞ്ഞു. അമ്മ വെറുതെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നീയും അവരുടെ കൂടെ അല്ലേന്ന് ചോദിച്ചു. അതുകൊണ്ടല്ലമ്മേ, അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. അമ്മ അങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അവളല്ലേ ജയിക്കത്തുള്ളൂ. എടി, ആ വീട് വിട്ടിറങ്ങിയാലോ എനിക്ക് സ്വസ്ഥത സമാധാനത്തോടെ ജീവിതം ഉണ്ടാകത്തുള്ളൂ. അല്ല, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊപ്പം വരുമോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഭവിത പറഞ്ഞു, അതമ്മേ ഞാനോ? ഓ, അപ്പം നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണോ? അല്ല, അമ്മ വിളിക്കുവാണെങ്കിൽ ഞാൻ വന്നോളാം. അല്ലെങ്കിൽ തന്നെ എനിക്ക് അവിടെ കിടക്കാൻ ഒരു താല്പര്യമില്ല. ആ അലീനയുടെ മുഖം കാണുന്ന എൻ്റെ ദേഷ്യമാണ്. അവളുടെ കീഴിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് പറഞ്ഞു. ശരി, ഞാൻ എന്തായാലും ഒരു വീടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ബാലേന്ദ്രനും അലീനയും കൂടെ കുര്യച്ചനെയൊക്കെ കൂട്ടിക്കൊണ്ട് നേരെ മീരയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് മീരയോട് നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം മീര പറഞ്ഞു, ഞാൻ അച്ഛനോട് സംസാരിച്ചു നോക്കാം. അപ്പം മീരയുടെ അച്ഛൻ DYSP മധുസൂദനാണല്ലോ. അപ്പം നേരത്തെ അലീനയെ ഇറക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് വന്നതൊക്കെ. അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ അലീനയും ബാലേന്ദ്രനെയൊക്കെ കൂട്ടിക്കൊണ്ട് കുര്യച്ചൻ അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത്. പിന്നീട് കുര്യച്ചൻ ആദ്യം പോയി മീരയോട് സംസാരിക്കുകയൊക്കെ ചെയ്ത്. അപ്പം മീരയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നീട് മീര മധുസൂദനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മധുസൂദൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ മോളെ, ഒരു കാര്യം ചെയ്യാം, അവരെൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക, ഞാൻ അവരുമായിട്ടൊന്ന് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രനും കുര്യച്ചനും അലീനയും കൂടെ DYSPനെ കാണാനായിട്ട് പുറപ്പെടുവാണ്. അവിടെ ചെന്ന് അങ്ങനെ DYSPയോട് സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് മധുസൂദൻ ചോദിച്ചു, അല്ല, ഈ പറയുന്ന പെൺകുട്ടി അലീനയ്ക്ക് മൊഴി കൊടുത്തെന്നല്ലേ പറഞ്ഞേ? അലീനോട് സംസാരിച്ചെന്നല്ലേ പറഞ്ഞേ? ഒരു പക്ഷേ ഇനി അവൾ കോടതി വന്നു കഴിയുമ്പോൾ അങ്ങനെ തന്നെ പറയണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പം അവൾ മാറ്റി പറഞ്ഞോളൂ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രനൊക്കെ ആകെപ്പെട്ട ടെൻഷനായി. കാരണം അവരുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൾ വരുന്നെങ്കിൽ അവൾ ഒരിക്കലും സത്യങ്ങൾ തുറന്നു പറഞ്ഞെന്ന് വരത്തില്ല. അലീന പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട്, അവൾ ഒരിക്കലും മൊഴി മാറ്റി പറയില്ല, രോഹിത് ഇല്ല എന്ന് തന്നെ പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. അതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ അലീന. ആ കാര്യത്തിൽ നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. കോടതി മൊഴി കൊടുക്കുന്ന സമയത്ത് അവൾ സത്യസന്ധമായിട്ട് മൊഴി കൊടുത്തില്ലെങ്കിൽ രോഗത്തിന് രക്ഷപ്പെടുത്താൻ പറ്റില്ല. പോരാത്തന്നെ നമ്മൾ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? കോടതിയിൽ അവളുടെ മൊഴി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രോഹിത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആ മൊഴി കിട്ടിയാൽ മതിയാവുള്ളൂ. കുര്യച്ചൻ ചോദിച്ചു, അല്ലാതെ നമുക്ക് വേറെ മാർഗമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. വേറെ മാർഗമൊന്നുമില്ല. കാരണം അവളിൽ നിന്ന് നമ്മൾ മൊഴിയെടുക്കുന്ന സമയത്ത് അങ്ങനെ പറയണം, ചിലപ്പം അവളെ സ്വാധീനിക്കാനായിട്ട് വേറെ പലരും അവിടെ എത്തിയെന്നിരിക്കും, പണമൊക്കെ വാഗ്ദാനം കൊടുത്തെന്നിരിക്കും. ചിലപ്പോൾ അവളുടെ വീട്ടുകാർ അതിനകത്ത് വീണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിലും അതിജീവിതയുടെ മൊഴിക്കാനുള്ള പ്രാധാന്യം കൂടുതലെന്ന് പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയിൽ അവർ തിരികെ പോരുന്നത്. അപ്പോൾ ബാലേന്ദ്രനൊക്കെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. DYSP പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, അവൾ മൊഴി കൊടുക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. രോഗത്തിന് അനുകൂലമായിട്ട് മൊഴി കൊടുക്കുവാണെങ്കിൽ രക്ഷപ്പെടും. അങ്ങനെ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ നോക്ക്. ഒരു കാര്യം ചെയ്യുക, അലീന ഒന്നുകൂടെ അവളോട് സംസാരിച്ച് നോക്ക് ശരണ്യയോട്. ശരണ്യ എന്താ പറയണമെന്ന് അറിയില്ലല്ലോ. ശരണ്യ ഒന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീനയ്ക്ക് ആ ഒരു ടാസ്ക് കൊടുത്തു വിടുവാണ്. ഒടുവിൽ വല്ലാത്ത സങ്കടത്തോടു കൂടിയിട്ടാണ് അലീനയും ബാലേന്ദ്രനും കൂടെ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് ബബിത ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബബിതയോട് കൃഷ്ണ ചോദിച്ചു, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എടി, നീ ഇവിടെ നിൽക്കുമല്ലേ, ഒരു കാര്യം ചെയ്യ, അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നീ പോയി നോക്ക്, അതിന് എന്നോട് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടെന്ന് ചോദിച്ചു. അല്ല ബബിതേച്ചി ഹോസ്പിറ്റലിലേക്കല്ലേ പോയത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്ന് പറഞ്ഞു. അല്ല, അമ്മ എന്ന് ഡിസ്ചാർജ് ആവുന്ന മറ്റോ അറിയാവോ? ഡിസ്ചാർജ് ആവുന്നതിന് കാത്ത് ഇവിടെ നിൽക്കണ്ട, അമ്മ ഡിസ്ചാർജായി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങോട്ടേക്ക് വരില്ല എന്നോ? അതെ, അമ്മ ഇങ്ങോട്ടേക്ക് വരില്ല. പിന്നെ അവിടെ അമ്മ എങ്ങോട്ട് പോകും? അമ്മ വേറെ വാടക വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറുന്നു. വാടക വീടോ? ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്താണെങ്കിലും ഇനി ഇവിടെ വന്ന് താമസിക്കാൻ താല്പര്യമില്ല. ആ അലീന എന്ന് പറയുന്നവളുടെ കീഴിൽ കിടക്കണമല്ലോ. അല്ലെങ്കിലും ഇത്രയും കാലം സ്വന്തം വീട്ടിൽ നല്ല അന്തസ്സായിട്ട് ജീവിച്ചോളാം എൻ്റെ അമ്മ. എന്നിട്ടോ ഇപ്പം കണ്ടില്ലേ, മറ്റൊരുത്തർ കീഴിൽ ജീവിക്കേണ്ട ഗതികേട് അമ്മയ്ക്കുണ്ടായിരിക്കുന്നത്. അമ്മയ്ക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. എന്തൊക്കെയാ ഭവിതേച്ചി പറയണേ? ചേച്ചി ഒരു കാര്യം വിചാരിക്കണം,
ഇന്നല്ലെങ്കിൽ നാളെ അമ്മയ്ക്ക് അതൊക്കെ തിരുത്തി പറയേണ്ടതായിട്ട് വരും. നീ മിണ്ടരുത്. നീയും കൂടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുക അലീനെന്ന് പറയുന്നവളെ. അതുകൊണ്ടാണ് അവൾക്ക് ഇത്തരം നാക്കൊക്കെ. അല്ലായിരുന്നെങ്കിലോ, അവളെ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുമായിരുന്നെങ്കിലോ അവൾ ഈ വീട്ടിൽ നിന്ന് കൂടെ ഇറങ്ങിപ്പോയാനോ. പറഞ്ഞാൽ നിൻ്റെ ഒരു തലയിലേക്ക് കയറില്ല. അപ്പോഴേക്കും കൃഷ്ണ പറഞ്ഞു, ഓ, പറയുന്ന ആൾ വലിയ വെറ്ററാണല്ലോ എൻ്റെ ചേച്ചി. ചേച്ചിക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയോളെ. അലീന ചേച്ചി പോലെ കിട്ടാൻ കൊള്ളുക ചേച്ചിനെ. എന്താണ് നീ പറഞ്ഞേ? സത്യം തന്നെ പറഞ്ഞേ. ആരുമില്ലാത്ത സമയത്ത് ആ മുടിയനെ വിളിച്ച് ഇവിടെ കേട്ടത് കാര്യമൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. പിന്നെ അച്ഛനോട് ഞാനൊന്നും പറയാതിരിക്കുന്ന. പറഞ്ഞിട്ടുണ്ടല്ലോ ചേച്ചിയുടെ ഇപ്പോഴത്തെ ഈ അഹങ്കാരം ചാടയൊക്കെ അങ്ങോട്ട് പോവും. ഞാൻ പറയണമെന്ന് ചോദിച്ചു. പവിതി ആകെ പഴയൊന്ന് ഭയന്നു പോയി. പവിതി പറഞ്ഞു, പിന്നെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. വെറുതെ നീ കള്ളത്തരം പറഞ്ഞുണ്ടാക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞുണ്ടാക്കുന്നൊന്നുമല്ല. അതെ, അലിയൻ ചേച്ചി എത്ര വട്ടം അവനെ ഇവിടുന്ന് ഓടിച്ചുവിട്ടുണ്ട്. വല്ല ബോധമുണ്ടോ? എന്നിട്ട് നാണമില്ലാതെ വീണ്ടും അവനെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നു. ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്ന കാര്യമാണെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പം ദേഷ്യത്തോട് കൂടിയിട്ട് ഭവിത പറഞ്ഞു, നീ മിണ്ടായിരുന്നോണ്ടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുക. കുറേ സമയം കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രനും അലീനയും കൂടെ വീട്ടിലേക്ക് വരുന്നത്. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോളി എന്നിട്ടിച്ചു, എന്താ ചേച്ചി കാര്യങ്ങൾ? DYSPയോട് സംസാരിച്ചോ? അദ്ദേഹം എന്താ പറഞ്ഞത്? രോഹിത്താണ് ജാമ്യം കിട്ടുമോയെന്നൊക്കെ ചോദിച്ചു. വെറുതെ വിടുമോയെന്ന് ചോദിച്ചു. അത് പിന്നെ മോളെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാവും തോന്നില്ല. അവളുടെ മൊഴിയാണ്, ശരണ്യയുടെ മൊഴി അവിടെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. അല്ല, ആ ചേച്ചിനി ഇപ്പം മൊഴി മാറ്റി പറയുമോ? അതൊന്നും അറിയത്തില്ല. ഇവളോട് പറഞ്ഞെന്ന് കരുതിയിട്ട് അവൾ മൊഴി മാറ്റി ചിലപ്പോൾ പറഞ്ഞെന്നൊക്കെ ഇരിക്കും. അല്ല, ഇപ്പം അവളുടെ മൊഴിക്കാണല്ലോ പ്രാധാന്യം. അല്ല, അപ്പം അലീന ചേച്ചി പറഞ്ഞല്ലേ ചേച്ചി, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ കോടതി ചെന്ന് കഴിയുമ്പോഴത്തേനും അവൾ കാല് വാരിയിട്ടുണ്ടെങ്കിൽ തീർന്നില്ലേ? അതോടുകൂടി രോഹി അകത്താവെന്ന് പറഞ്ഞു. അപ്പം രക്ഷിക്കാൻ പറ്റില്ലല്ലേ? എല്ലാവർക്കും വേണ്ട അവളുടെ ചോരയാ. അവളുടെ ചോര കുടിക്കാൻ നടക്കുന്ന ചെന്നായിക്കൂട്ടാ അവൾക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് അവളെ രക്ഷപ്പെടുത്തി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ മുറിയിലേക്ക് പോവാണ്. ആ സമയത്ത് കൃഷ്ണമോൾ അലീനയോട് ചോദിച്ചു, അലീന ചേച്ചി സത്യമാണോ അച്ഛൻ പറഞ്ഞതെന്ന് ചോദിച്ചു. അതെ മോളെ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾ പറഞ്ഞു, വിഷമിക്കേണ്ട ചേച്ചി, എനിക്ക് ഉറപ്പുണ്ട് രോഹിത്തേണ്ണ ഇറക്കാൻ പറ്റുമെന്ന്. രോഹിത്തേണ്ണ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ. അതെ, അത് തന്നെയാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം. അങ്ങനെയാണെങ്കിൽ അവനെ പുറത്തെത്തിക്കണം. അതിനുവേണ്ടി എൻ്റെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. ആ സമയം കൃഷ്ണമോൾ ഒരു കാര്യം പറഞ്ഞു. അതെ, ഇന്ന് ഭവിതേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചാൽ അമ്മ പറഞ്ഞു പോലും അമ്മ വേറെ വീടെടുത്ത് താമസിക്കാൻ പോവാന്ന്. വേറെ വീടെടുത്ത് താമസിക്കാനോ? അതെന്താ? എന്തു പറ്റി? അമ്മയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നില്ലെന്ന്. അമ്മ വേറെ വീടെടുത്ത് താമസിക്കുമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. അത് കേട്ട് അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെയാണ് മോളെ, അമ്മ ഈ വീട് വിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഞാൻ പിന്നെ വേറെ എവിടേക്കെങ്കിലും പോകത്തുള്ളൂ. പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതിനാ? അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് അലീന അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പം ശരണ്യയെ ഒന്നുകൂടെ പോയി കാണാൻ തന്നെ അലീന തീരുമാനിച്ചു. എന്തൊക്കെ വന്നാലും അവളോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഒടുവിൽ അലീന രണ്ടും കൽപ്പിച്ച് ശരണ്യയെ കാണാൻ ചെല്ലുന്നുണ്ട്. ശരണ്യയെ കാണാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചില്ല. മുമ്പത്തെ പോലെ തന്നെ അവളെ ആട്ടി അകറ്റാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അലീന അങ്ങനെ പോരാൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ അലീന എന്ത് ചെയ്തു? ഷാജിയുടെയൊക്കെ വീട്ടിലേക്ക് വന്നു. ഷാജിയുടെയൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഷാജിയുടെ പെങ്ങളോട് അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് ഷാജിയുടെ പെങ്ങൾ ചോദിച്ചു, സത്യമാണ് ചേച്ചി പറയണമെന്ന് ചോദിച്ചു. അതെ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഷാജിയുടെ പെങ്ങൾ പറഞ്ഞു, അല്ലേ ചേച്ചി ഇനി ആ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ അവരിറക്കി വിടില്ലെന്ന് ചോദിച്ചു. നോക്കാം, എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്നുകൂടെ പോയി നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അച്ഛനൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് അലീന വീണ്ടും അങ്ങോട്ട് ചെന്നു. വീണ്ടും ചെന്നിട്ട് ശരണ്യയുടെ അമ്മയോട് പറഞ്ഞു, എനിക്ക് ശരണ്യൊന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറയണം. ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ല. കാരണം ഭർത്താവിൻ്റെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അലീന ശരണ്യയെ കാണുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അലീന വന്നതിന് ശേഷമാണ് തൻ്റെ മോള് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ശരണ്യയെ കണ്ട് സംസാരിക്കുന്നുണ്ട് അലീന. ശരണ്യയോട് പറഞ്ഞു, കോടതിയും മൊഴി കൊടുക്കേണ്ട ദിവസം നിനക്കറിയാലോ. ഒരു പക്ഷേങ്കിൽ നിൻ്റെ ഒരു വാക്ക് മതിയായിരിക്കും അവൻ്റെ ജീവിതം രക്ഷപ്പെടാനായിട്ട്. ഒരു പക്ഷെ നീ എതിർത്താ പറയുന്നെങ്കിൽ അവൻ അതോടുകൂടി ഇല്ലാതായി തീരും. ഒരു കുടുംബം തന്നെ തീർന്നു പോകുന്നു പറഞ്ഞു. നിന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യം മാത്രം നീ ചെയ്താൽ മതി. ഒന്നിനും ഞാൻ നിന്നെ നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞു. ഇതങ്ങനെയൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചിട്ടാണ് പോരുന്നത്. ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാനാ ഉറപ്പ് തരുന്നതെന്ന് അലീന വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾക്ക്. അലീനയുടെ വാക്കുകൾ കേട്ടപ്പം അവൾക്കൊരു ആത്മവിശ്വാസമൊക്കെ തോന്നി. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനുമാണ് മെമ്പറും അതുപോലെ വേറൊരു നേതാവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ അവർ വന്നിട്ട്
ശരണ്യോട് സംസാരിക്കുന്നുണ്ട്. ശരണ്യ സംസാരിച്ചിട്ട് പറഞ്ഞു, അതെ കോടതിയിൽ നാളെ നീ മൊഴി കൊടുക്കാൻ പോവുക. അങ്ങനെ മൊഴി കൊടുക്കാൻ പോകുന്ന സമയത്ത് അവർ തിരിച്ചു മറിച്ച് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. 4 പ്രതികളുടെ പേര് നീ പറഞ്ഞോണം, അവരെ തിരിച്ചറിഞ്ഞോണം, ഇവരെ കണ്ടാൽ തിരിച്ചറിയാവുന്നൊക്കെ ചോദിക്കും. അവരെ 4 പേരും തിരിച്ചറിഞ്ഞോണം എന്നൊക്കെ പറഞ്ഞു. പേര് സഹിതം എല്ലാം വെളിപ്പെടുത്തിക്കോണമെന്ന് പറഞ്ഞു. ശരണ്യയ്ക്ക് അതിന് ഉത്തരവില്ലായിരുന്നു. എന്ത് മറുപടി പറയണമെന്ന് ശരണ്യയ്ക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു പക്ഷെ താൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ തന്നെ എതിർക്കുമോ എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അലീന ചേച്ചിയുടെ ഒപ്പം നിൽക്കാനായിരുന്നു ശരണ്യയ്ക്ക് താല്പര്യം. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ ടെൻഷനായിരുന്നു ശരണ്യയ്ക്ക്. അതേപോലെ ടെൻഷനായിരുന്നു അലീനയ്ക്കും ബാലേന്ദ്രനും ഒക്കെ. ശരണ്യ എന്താണ് കോടതി മൊഴി കൊടുക്കണമെന്ന് അറിയത്തില്ല. അലീന ബാലേന്ദ്രനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ കോടതിയിലേക്ക് പോവുകയാണ്. കോടതിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ശരണ്യ ഓർത്തു, താൻ എന്താ ചെയ്യണ്ടേ? അച്ഛൻ്റെ രാഷ്ട്രീയക്കാരുടെ ഒപ്പം നിൽക്കണോ അതോ അലീന ചേച്ചിയുടെ ഒപ്പം നിൽക്കണോ, നീതിക്ക് വേണ്ടിയിട്ട് പോരാടണോ എന്നൊക്കെ ഒരു ചിന്ത. എന്താണെങ്കിലും അങ്ങനെ കോടതിയിലെത്തി കഴിഞ്ഞപ്പോൾ ശരണ്യ സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. രോഹിത്തിനെ തിരിച്ചറിഞ്ഞിട്ടില്ല, ഇയാൾ എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇയാളുടെ പേര് പറഞ്ഞു എന്ന് ജഡ്ജി ചോദിച്ചു. അത് പിന്നെ ഞാൻ പേര് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞു. എന്ത് കാരണം? അല്ല അത് എല്ലാവരും കൂടെ എന്നെ നിർബന്ധിച്ചോണ്ടോ? അപ്പം മുമ്പ് നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. അതെ, പോലീസുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും എന്നെ നിർബന്ധിച്ചു, അവൻ്റെ പേരും കൂടെ പറയണമെന്നും പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് രോഹിയുടെ പേര് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി. അവർ ഒരു തെളിവും കൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ രോഹിത്ത് തെറ്റ് ചെയ്തിട്ടുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. രോഹിത്ത് കുറ്റവിമുക്തനാവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.